അസ്സലാമലൈക്കും. ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ, നമുക്കിന്ന് ആറാമത്തെ തമ്പ്രുൻ പാഠം പഠിച്ചാലോ മക്കളെ? ഇത് ഏതാണ് അക്ഷരം? ത. ഒന്നുകൂടെ പറഞ്ഞേ. ത. ന്റെ മുകളിൽ 2 പുള്ളികളാണുള്ളത്. ഇതേതാണ് അക്ഷരം? എല്ലാവരും പറഞ്ഞേ. ത. ന്റെ മുകളിൽ ഫതഹ് വന്നാൽ എന്താ നമ്മൾ വായിക്കും? ത. ഒന്നുകൂടെ പറയാം. ത. ഇനി നമുക്ക് തി പഠിക്കാം. ന്റെ താഴെ കസറ് വന്നാൽ തി. ഒന്നുകൂടെ പറഞ്ഞേ. ന്റെ അടിയിൽ കസറ് വന്നാൽ തി. ഒന്നുകൂടെ പറയാം. തി. ഇനി നമുക്ക് തു പഠിക്കാം. ന്റെ മുകളിൽ ലൊമ്മ് വന്നാൽ തു. ഒന്നുകൂടെ പറയാം. തു. ഇനി നമുക്ക് തുൻ പഠിക്കാം. ന്റെ മുകളിൽ തെൻവീലൊന്ന് വന്നാൽ തുൻ. ഒന്നുകൂടെ പറഞ്ഞേ. തുൻ. ഇനി നമുക്ക് ത് പഠിക്കാം. ന്റെ മുകളിൽ സുക്കൂൻ വന്നാൽ ത്. എല്ലാവരും വായിച്ചേ. ത്. ഒന്നുകൂടെ വായിച്ചേ. ത്. ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ എത്തി മേലെ 2 പുള്ളിയിട്ട് കൊടുക്കാം. ഈ മരം ഏതാണ് മക്കളെ? അത് തന്നെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. തെങ്ങ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു മരം കാണിച്ചു തരാം. നമുക്ക് ആ മരം കാണാൻ പോയാലോ? എല്ലാവരും കൂടെ പോരണേ. ഇതാണ് ഞാൻ പറഞ്ഞ മരം. ഇതേത് മരമാണ്? നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലല്ലേ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ മരം ഉണ്ടാവില്ല. നബി ജനിച്ച നാട്ടിൽ ഇത് ധാരാളമുണ്ട്. ഈ മരത്തിലാണ് ഈത്തപ്പഴം ഉണ്ടാകുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? കൂട്ടുകാരെ, നിങ്ങൾ കാരക്ക എന്ന് കേട്ടിട്ടുണ്ടോ? ഈത്തപ്പഴം ഉണങ്ങിയതാണ് കാരക്ക. കാരക്കയ്ക്ക് എന്താ അറബിൽ പറയുക? തംബ്രൻ. 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 ഒന്നുകൂടെ പറഞ്ഞേ. തംബ്രൻ. എല്ലാവരും പറഞ്ഞേ. തംബ്രൻ. കൊണ്ടുള്ള ഒരു വാക്കാണ് തംബ്രൻ. തംബ്രൻ പറഞ്ഞാൽ കാരക്ക. കുഞ്ഞുമക്കളെ, നമുക്കിതൊന്ന് വായിച്ചാലോ? എല്ലാവരും എൻ്റെ കൂടെ വായിക്കണേ. ത. തി. തു. ഒന്നുകൂടെ വായിച്ചേ. ത. തി. തു. വെരി ഗുഡ്. നല്ല മക്കളാണല്ലോ. നമുക്ക് ഇതുകൂടി ഒന്ന് വായിച്ചാലോ? തൈസുൻ. തൈസുൻ. അടുത്തത് നോക്കൂ മക്കളെ. അബ്തറു. അബ്തറു. തുർബുൻ. തുർബുൻ. തുഫ്ലുൻ. തുഫ്ലുൻ. ഇനി നമുക്ക് അടുത്ത പേജിലുള്ള വായിക്കാലോ. തിൽമുൻ. തിൽമുൻ. തിർമുൻ. തിർമുൻ. ബാത്തിലുൻ. ബാത്തിലുൻ. താത്തിറുൻ. താത്തിറുൻ. മാഷാ അല്ലാഹ്. നമുക്ക് ഇത് കൂടെ ഒന്ന് വായിക്കാലോ. തിബറൻ. തിബറൻ. തുർസുൻ. തുർസുൻ. ഇത്ബുൻ. ഇത്ബുൻ. എല്ലാവരും അടിപൊളി മക്കളാണല്ലോ. നമുക്ക് ഈ പ്രവർത്തനം കൂടി ഒന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ പട്ടത്തിൽ എന്താണ് ചിത്രം?
കാരക്ക. കാരക്കക്ക് എന്താണ് അറബിയിൽ പറയുക? തമ്രൻ. അപ്പോൾ നമ്മൾ തമ്രുൻ എന്നതിലേക്ക് പട്ടത്തിന്റെ കയറ് വരച്ചു കൊടുക്കണം. ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? ടൈഗർ. തൈക്ക് എന്താണ് അറബിയിൽ പറയുക? ഉറബൻ. വെരി ഗുഡ്. ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്? ബൈത്തൻ. വീട്. അപ്പോൾ ബൈത്തുൻ എന്നതിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി നാലാമത്തെ ചിത്രമോ? ദർബൻ. ദർബ് എന്ന് പറഞ്ഞാൽ ഗേറ്റ്. അപ്പോൾ ദർബുൻ എന്ന് എഴുതിയതിലേക്ക് കയറ് വരച്ചു കൊടുക്കുക. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. തമ്രുൻ തിൽമുൻതി തുഫ്ലുൻ താതീതു ബത്ലുൻ ബത് തത്റുൻ തത് യുത്മുൻ യുത് താതീതു തമ്രുൻ തിൽമുൻതി തുഫ്ലുൻ താതീതു ബത്ലുൻ ബത് തത്റുൻ തത് യുത്മുൻ യുത് താതീതു തമ്രുൻ തിൽമുൻതി തുഫ്ലുൻ താതീതു ബത്ലുൻ ബത് തത്റുൻ തത് യുത്മുൻ യുത് താതീതു തമ്രുൻ തിൽമുൻതി തുഫ്ലുൻ താതീതു ബത്ലുൻ ബത് തത്റുൻ തത് യുത്മുൻ യുത് താതീതു തമ്രുൻ തിൽമുൻതി തുഫ്ലുൻ താതീതു ബത്ലുൻ ബത് തത്റുൻ തത് യുത്മുൻ യുത് താതീതു തമ്രുൻ തിൽമുൻതി തുഫ്ലുൻ താതീതു ബത്ലുൻ ബത് തത്റുൻ തത് യുത്മുൻ യുത് താതീതു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പാദവാർഷിക പരീക്ഷയാണല്ലോ വരാൻ പോകുന്നത്. പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അസ്സലാമു അലൈക്കും.